കോടതി വിധി അംഗീകരിക്കുന്നുണ്ടോ? എനിക്കത് ഫുള്ളായിട്ട് ഇപ്പോ അംഗീകരിക്കാനായിട്ട് എനിക്ക് സാധ്യമല്ല. ഇല്ല. അപ്പൊ അന്വേഷണമായി തുടർന്ന് സഹകരിക്കില്ല. അവരന്വേഷിക്കട്ടെ. അന്വേഷണത്തിന് അവരന്വേഷിക്കട്ടെ. സമാധി പൊളിച്ച് പരിശോധിക്കാൻ അനുവദിക്കില്ല. സമാധി അത് തുറന്ന് പരിശോധിക്കണമെന്നാണല്ലോ പോലീസ്. ഞാൻ പറഞ്ഞു തരട്ടെ ചേട്ടാ. ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അത് എത്രയോ വർഷപ്പെട്ടുള്ള ക്ഷേത്രത്തിലെ പൂജാരിയാണ്. ആ പൂജാരിക്ക് എവിടെയെന്നുള്ളതാണ് ചോദ്യം. ഞാൻ പറഞ്ഞല്ലോ മക്കളായിട്ടുള്ള എന്റെ ഞാൻ പറഞ്ഞുതരാം. അച്ഛന്റെ മക്കളായ 2 മക്കളും പറയുന്നിട്ടുണ്ട്, അമ്മയും പറയുന്നുണ്ട്. ചേട്ടാ, ഹിന്ദു ആചാരം അനുസരിച്ച് അച്ഛന്റെ വാക്കുകൾ മക്കളത് തീർപ്പാക്കുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞുതരാം. അച്ഛന്റെ ആഗ്രഹം മക്കൾ നിറവേറ്റി പൂർത്തീകരിച്ചു എന്നാണ് ഇന്നലെ പറഞ്ഞത്. അതിലാണ് അവിടെയാണ് ചോദിച്ചില്ല. ചേട്ടാ, ഞാൻ പറഞ്ഞുതരാം. മരണമാവട്ടെ, ഒരാളെ കാണാനില്ല. ആ കാണാനില്ല എന്ന കാര്യമാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഒരാൾ മിസ്സിംഗ് ആണ്. അപ്പോൾ അത് എവിടെയെന്ന് കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം പോലീസിനുണ്ട്. അതുമായി അപ്പൊ നിങ്ങൾ പറയുന്നു ഈ കാണാനില്ല എന്ന് പോലീസ് പറഞ്ഞ കക്ഷി സമാധിയായെന്ന്. അപ്പോൾ അവിടെ അദ്ദേഹം ഉണ്ടോ, എന്താണ് സംഭവിച്ചത് എന്ന് അറിയണ്ടേ? അതിന് അവരുമായി പോലീസുമായി സഹകരിക്കേണ്ടതെന്നാണ് കോടതി ചോദിച്ചത്. ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ആള് കാണാനില്ല എന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇത് കാണാനില്ലെന്ന് പറഞ്ഞ ആളുടെ പേരെന്താ? ആ പേരെന്താ? അതാണ് ഗോപൻ സ്വാമി. തന്നല്ലോ. നൽകിയ പരാതിയാണ്. പരാതി ആരുടെ ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോ ഒരു കാര്യം ചോദിക്കുന്നത്, ഇപ്പോ ആളിനെ കാണാനില്ലെന്നല്ലേ പറഞ്ഞ? ഈ പരാതി നൽകിയതാരാ? ഞാൻ അതാ ചോദിച്ചത്. ഈ ഹിന്ദുത്വത്തെ ഈ ഹിന്ദു അമ്പലത്തെ വ്രണപ്പെടുത്താനാണ് തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞുതരാം. എന്തെങ്കിലും ഉണ്ടോ? മരണപ്പെട്ടതാണ് അല്ലെങ്കിൽ സമാധിയായതാണ്. ഇത് ലീഗലി തെളിയിക്കാനുള്ള എന്തെങ്കിലും സാധനം കുടുംബത്തിന്റെ കൈവശമുണ്ടോ? ഹൈക്കോടതി ചോദിച്ചിരിക്കുന്ന അതാണ്. മരണപ്പെട്ടു എന്ന് തെളിയിക്കാൻ എന്തെങ്കിലും കാര്യം നിങ്ങളുടെ കുടുംബത്തിന്റെ കയ്യിലുണ്ട്? നിങ്ങളുടെ ഭാഷയിൽ അത് സമാധി ആയിക്കോട്ടെ, എന്താണെങ്കിലും ആയിക്കോട്ടെ, ആ വ്യക്തി ഇവിടെ ഉണ്ടോ? ഇല്ല. ഇത്രയും വർഷക്കാലം ജീവിച്ചിരുന്ന ഒരാൾ എവിടെയാണ്? അതാണ് ചോദ്യം. അവിടെ ഇരിക്കുന്നത് താങ്കളുടെ. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇന്നലെ ഏഷ്യാനെറ്റിൽ നിന്നും 24 നിന്നും നൈറ്റ് ലൈവ് ഉണ്ടായിരുന്നു. അതില് ഇപ്പൊ ആളെ മിസ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ എന്തുമാത്രം ടൂളുണ്ട്, സ്കാനറില്ലേ? അതിൽ വെച്ച് ചെക്ക് ചെയ്തോടെ ആൾ അതിനകത്ത് ഉണ്ടാകുന്നു. അതിനകത്ത് ഞാൻ പറഞ്ഞുതരാം. അത് തീർച്ചയായിട്ടും കണ്ടെത്താൻ പറ്റുമല്ലോ. തീർച്ചയായിട്ടും കണ്ടെത്താൻ പറ്റുമല്ലോ. ബോഡി ഉണ്ടോ എന്ന് മാത്രമേ കണ്ടെത്താൻ പറ്റൂ. നിങ്ങളെയാണ് ഇപ്പൊ സംശയത്തിന്റെ പേരിൽ നിർത്തിയിരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ ആള് തന്നെ ഇല്ല എന്ന് പറയുമ്പോൾ ആളുകൾ അതാണ് പറയുന്നത്. ഇവിടെ ഇന്നലെ വരെ ജീവിച്ചിരുന്ന ഒരാൾ ഇപ്പൊ ഇല്ല എന്ന് പറയുമ്പോൾ അതിന് തെളിയിക്കാൻ കഴിയുന്ന തരത്തിൽ എന്തെങ്കിലും ഫോട്ടോയോ ദൃശ്യമോ എന്തെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടോ? അതിന് അങ്ങനെ ഫോട്ടോസ് ഒന്നും എടുത്തു വെച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഓർത്തിട്ടുമില്ല. അങ്ങനെ എടുത്തു വെച്ചിട്ടില്ല. കാര്യം ഒരച്ഛനെ നമ്മളെ വിട്ട് ഇങ്ങനെ ഭഗവാനില് ലയിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ ആ പൂജാ കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങനെ ഓർക്ക വരില്ല. അതെ. അത് ഒന്ന് ആലോചിക്കണം. ഇത്രയും സുഗന്ധദ്രവ്യങ്ങളും പൂജാ സാധനങ്ങളും വാങ്ങാനായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ല, ഇത്രയും മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പൂജാ കർമ്മങ്ങൾക്കിടയിലും ഒരാളെ പോലും അറിയിക്കാതിരുന്നത് എന്താണ്? ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അച്ഛന്റെ സമാധി ആകുന്ന സമയം 2 മക്കൾ തന്നെയാണ് അച്ഛന്റെ കർമ്മങ്ങൾ ചെയ്യേണ്ടതെന്ന് അച്ഛൻ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം അച്ഛന്റെ ആഗ്രഹ പ്രകാരം തന്നെ ഞങ്ങൾ കർമ്മം ചെയ്തിട്ടുള്ളത്. മറ്റാരും അറിയിക്കരുതെന്ന് പറഞ്ഞു. സമാധി ചടങ്ങുകൾ കഴിഞ്ഞിട്ട് അറിയിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. സമാധി അറിയിക്കരുത്. താങ്കൾ പറഞ്ഞു ഹിന്ദു ഐക്യവേദി കൂടിയുണ്ട്. ഹിന്ദു ഐക്യവേദി പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നാണ്. അതാണ്. അപ്പൊ അവര് നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്ന് പറഞ്ഞ കാരണം ഞാൻ പറഞ്ഞുതരാം. ഹിന്ദു ഐക്യവേദി എന്ന് പറയുമ്പോൾ ഞങ്ങളോട് അവര് ഒരുപാട് പേര് വന്ന് ചോദിക്കുന്നുണ്ട്. ഒരുപാട് പേര് ഞങ്ങളടുത്ത് ശരിയും തെറ്റും അവര് നമ്മളടുത്ത് തന്നെ ചോദിക്കുന്നുണ്ട്. അത് അവര് മനസ്സിലാക്കും. ഹിന്ദു ഐക്യവേദി ഹിന്ദു സംഘടനകളും ഞങ്ങളോടൊപ്പം ഉണ്ട്. അത് നിയമത്തിന്റെ വഴിക്ക് പോട്ടെ, അതായത് കോടതി എന്താണ് പറഞ്ഞത് അതിനനുസരിച്ച് പോട്ടെ. ഇല്ല, അങ്ങനെ ഒരിക്കലും അവര് പറയില്ല. ഹിന്ദു ഐക്യവേദിയുടെ ആള് തന്നെയാണ് ഇതിന്റെ വ്യക്തമാക്കിയതാണ്. ഇല്ല, അങ്ങനെ ആയിട്ട് വരാനായിട്ട് നിങ്ങൾ മാറ്റി പറയുന്ന ഹിന്ദു ഐക്യവേദി ആരാണ്? ഇനി കോടതി നിർദ്ദേശപ്രകാരം പോലീസ് വന്നാലും സമാധിയിൽ തൊടാൻ അനുവദിക്കുന്നതാണോ നിങ്ങൾ പറയുന്നത്? ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോ എന്ന് പറയുമ്പോ
ഇതൊന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ അച്ഛൻ ഈ സമാധാനപരമായിട്ട് പോയിക്കൊണ്ടിരുന്ന ശിവന്റെ അമ്പലം, അവിടെയാണ് അച്ഛൻ സമാധി ആയിട്ടുള്ളത്. ഇത്രയും പ്രശ്നങ്ങൾക്ക് അതായത് ഈ സമാധിയായ സ്ഥലത്ത് ഇത്രയും പ്രശ്നങ്ങൾ വരാനായിട്ടുള്ള കാരണം ഒരു മീഡിയ ചാനലും ചോദിക്കുന്നില്ല, ഒരു നിയമവും ചോദിക്കുന്നില്ല. എന്താണ് ഈ സമാധാനപരമായിട്ട് ഈ പോയിട്ടുള്ള ഈ ശിവന്റെ അമ്പലത്തില് ഇത്രയും പ്രശ്നങ്ങൾ വരാനായിട്ട് കാരണം ഇതുവരെ ചോദിച്ചിട്ടില്ല. അത് ചേട്ടാ അമ്പലത്തിന്റെ ചേട്ടാ ഈ അമ്പലത്തിൽ പൂജ ചെയ്യുന്ന ഒരാളല്ലേ ഇതിപ്പോ എന്റെ അച്ഛൻ. എന്റെ അച്ഛന്റെ സ്ഥലത്തല്ലേ എന്റെ അച്ഛന്റെ സമാധി ഇരിക്കുന്നത്. അപ്പോ ഈ കോവിലിൽ വന്ന് അതിക്രമിച്ച് കയറി വന്നത് അത് ഞങ്ങൾക്കറിയണം. കാര്യം ഇവിടെ വന്ന് ഈ വിശ്വംഭരൻ ഞാൻ പറഞ്ഞു തരാം ചേട്ടാ. ഇല്ല വിശ്വംഭരൻ എന്ന ആളല്ല. ഇത്രയും ഈ സമാധാനപരമായിട്ട് പോകുന്ന ഈ അമ്പലത്തിൽ വന്ന് എന്തിനാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് അതെനിക്കറിയണം. വേറെ ആരുമല്ല ചേട്ടാ. ഞാൻ പറഞ്ഞു തരാം. ഇവിടെ നാഗരുടെ കാവുണ്ട്. നാഗരുടെ കാവ് നിങ്ങൾക്കെല്ലാം അറിയാം. നാഗരുടെ കാവ് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ അമ്പലം. ഈ നാഗരുടെ കാവിനടുത്ത് ഒരു മുസ്ലിമിന്റെ വസ്തുണ്ട്. ഈ മുസ്ലിം ഹിന്ദു ആണല്ലോ ചേട്ടാ. ഞാൻ പറഞ്ഞു തരാം. ചേട്ടാ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ മീഡിയ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇല്ല ചേട്ടാ. ശരിയല്ലല്ലോ. ഇല്ല ഞാൻ സമ്മതിക്കില്ല. ചേട്ടാ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു കാര്യം, ഒറ്റ കാര്യം, പ്രധാന പരാതിക്കാരനായ വിശ്വംഭരൻ മുസ്ലിമാണോ? നിങ്ങൾ മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാ. തിരിച്ചു ചോദിക്കുകയാണ്, അയാൾ മുസ്ലിമാണോ? അങ്ങനെ പറയരുത്. ചേട്ടാ ഞാൻ ഞാനിപ്പോ പറഞ്ഞുതരാം. ഇപ്പൊ സമാധാനം ചേട്ടാ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞുതരാം. ഇതൊരു ആശ്രമമാണ്. അപ്പൊ ഒരു സമാധാനത്തിൽ സംസാരിക്കും. വീടായിട്ടാണ് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ മറ്റേ പഞ്ചായത്തിന്റെ നമ്പർ അടക്കം അടിച്ചു. താങ്കളുടെ അച്ഛനാണല്ലോ. ഞാൻ ചോദിക്കട്ടെ, ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വെറുതെ വെച്ചാൽ മതി? ക്ഷേത്രം അത് അല്ലേ? ഞാൻ പറഞ്ഞുതരാം. ഒരു ക്ഷേത്രം പണിയുമ്പോ വെറുതെ വെച്ചാൽ മതിയോ? അല്ല, അതാണ് ഞാൻ ചോദിച്ചത്. ഒരു ക്ഷേത്രം വയ്ക്കുമ്പോ വെറുതെ വെച്ചാൽ മതിയോ? നിങ്ങൾ ആശ്രമമായിട്ടാണോ രജിസ്റ്റർ ചെയ്തത്? മുനിസിപ്പാലിറ്റിയുടെ ലൈസൻസ് ഉണ്ട്. ട്രസ്റ്റിന്റെ നമ്പർ ഉണ്ടോ?